Hi, welcome to yet another intraday market analysis video on Nifty and Bank Nifty. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസോ കമ്പനി റിസൾട്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം ഇറ്റ് വുഡ് ഹാവ് ഓൾറെഡി റിഫ്ലക്റ്റഡ് ഇൻ ദി ചാർട്ട് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ അവരുടെ ഫുട് പ്രിന്റ്സ് പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതൊരു സ്റ്റാർട്ട് ഓഫ് ദി ന്യൂ വീക്ക് ആയതുകൊണ്ട് നമുക്ക് വീക്ക്ലി അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. വീക്ക്ലിയിൽ നിങ്ങൾക്ക് കാണാം ഇതൊരു ഇൻസൈഡ് ക്യാൻഡിലാണ്. അതായത് ഈ തൊട്ട് മുന്നത്തെ ഈ ക്യാൻഡിലിനെ ഇതൊരു വലിയ ഒരു ബെയറിഷ് ക്യാൻഡിലാണ്. ഇതിൻ്റെ അകത്ത് ഫോം ചെയ്തിരിക്കുന്ന ഈ ക്യാൻഡിൽ ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്. അഥവാ ഇതിനെ നമ്മൾ മദർ ക്യാൻഡിൽ എന്നും ഇതിനെ ബേബി ക്യാൻഡിൽ എന്ന് വിളിക്കും. സോ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് ഇതിൻ്റെ ഒരു നോർമലുള്ള ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഏത് സൈഡിലോട്ടാണോ ബ്രേക്ക് ആകുന്നത് അങ്ങോട്ടൊരു മൊമെൻറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഇൻ കേസ് ഈ ഒരു ഹൈ കഴിഞ്ഞ വീക്കിലെ ഹൈ അറൗണ്ട് 230 ആയിരുന്നു, 19,230 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈ വരെ റീടെസ്റ്റ് ചെയ്യാം. ഇൻ കേസ് ഇത് താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു മൊമെൻറ്റം കണ്ടിന്യൂവേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇങ്ങനെയാണ് ഈ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ നമുക്കിപ്പം ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നത്. മാത്രമല്ല ഈ ഒരു വലിയൊരു ലാർജർ റേഞ്ച് ആണ് ഈ മദർ ക്യാൻഡിൽ. സോ അതിൻ്റെ അകത്ത് മേ ബി 1 or 2 വീക്സും കൂടെ കൺസോൾഡേറ്റ് ചെയ്താലും അത്ഭുതപ്പെടാനൊന്നുമില്ല. സോ ദാറ്റ് ഇസ് വീക്ക്ലി ടൈം ഫ്രെയിം. ഡെയിലിയിൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്, ഇതൊരു ഡൗൺ ട്രെൻഡ് ആണ്, അതിനുശേഷം ഇതൊരു പുൾ ബാക്ക് ആണ്, അതിനുശേഷം ഇതൊരു ഓൾമോസ്റ്റ് ഡബ്ല്യു പാറ്റേൺ ഫോർമേഷൻ ആയിരുന്നു. പക്ഷേ ഇതൊരു ക്ലീൻ ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസിംഗ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ മാത്രമാണ്. സോ നമുക്ക് ഓൾ വി നോ ഇസ്, നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, താഴെ ഒരു സപ്പോർട്ട് ഉണ്ട്. മേ ബി ഇനിയും കുറച്ച് ദിവസം കൂടെ ഇവിടെ കൺസോൾഡേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല നാളത്തെ ഒരു ക്യാൻഡിലും കൂടെ കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റ് ട്രെൻഡ് എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സോ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം അതുപോലെ തന്നെ ഇൻട്രാഡേയിൽ നമുക്ക് 5 മിനിറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഒരു ഗ്യാപ്പ് റീജിയൻ ഉണ്ട്. ഇൻ കേസ് ഈ ഒരു റേഞ്ച് താഴോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് റീജിയൻ എല്ലാം ഒരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യും. സോ അല്ലാതെ നമുക്ക് ഈവൻ ഇൻട്രാഡേ ടൈം ഫ്രെയിമിലും ഇതാണ് ഒരു 350 ലെവൽ ടു 400 ലെവലാണ് മേജർ റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത്. സോ ലൈക്ക് പ്യുവർലി ഒരു സൈഡ് വേസ് മാർക്കറ്റിൻ്റെ എല്ലാ ട്രേഡ്സുമാണ് കറൻ്റ്ലി ഉള്ളത്. സൈഡ് വേസ് ടു സ്ലൈറ്റ്ലി ബുള്ളിഷ് ആണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് കിടക്കാം. സോ ബാങ്ക് നിഫ്റ്റി വീക്ക്ലി ടൈം ഫ്രെയിമിലും അഗെയിൻ സെയിം ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്. അതിനകത്ത് ഒരു മദർ ക്യാൻഡിലെ റേഞ്ചിൻ്റെ അകത്ത് ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ സെയിം വേ നമുക്കൊരു 42,400 ഒരു ഇനീഷ്യൽ സപ്പോർട്ടും 43,400 ഒരു റെസിസ്റ്റൻസുമാണ് കാണുന്നത്. സോ ഈ ഒരു റേഞ്ചിൽ അറൗണ്ട് ഒരു 1000 പോയിന്റ്സിൻ്റെ റേഞ്ചിലാണ് മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തത്. സോ ഈ റേഞ്ചിൽ തന്നെ മേ ബി ഈ ആഴ്ചയും കൂടെ സ്പെൻഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓൾസോ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കിയാലും ബാക്ക് ടു ബാക്ക് 3 ഡോജി ക്യാൻഡിൽസ് ആണ്. അതായത് എവിടെയാണോ ഓപ്പൺ ചെയ്തത് അവിടെ തന്നെയാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 1, 2, 3. ബട്ട് ദെൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഇത്രയും പോയിന്റ് മുകളിലോട്ട് പോയത് പ്യൂർലി ഗ്യാപ്പ് അപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെന്റിമെന്റ്സ് കാരണം എവറി ഡേ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുന്നുണ്ട്, ഒരു ചെറിയ സെൽ ഓഫ് പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ട്, ഇമീഡിയറ്റ്ലി ബയേഴ്സ് പിച്ചിൻ ആവുന്നു. അങ്ങനെയാണ് ബാക്ക് ടു ബാക്ക് 3 ഡോജി ക്യാൻഡിൽസ് വന്നത്. സോ ഇനി ഇതിന്റെ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു മേജർ റെസിസ്റ്റൻസ്, അതായത് നേരത്തെ സപ്പോർട്ടായിരുന്ന 43,600 മുകളിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ട്രെൻഡ് പ്രോപ്പറായിട്ട് അപ്സൈഡിലേക്ക് ഇനി കൺവേർട്ട് ആവുള്ളൂ എന്ന് പറയാൻ സാധിക്കുള്ളൂ. റൈറ്റ് നോ ഇതൊരു 3 ഡോജി ക്യാൻഡിലാണെങ്കിലും ഒരു സിംഗിൾ ഡേ ക്യാൻഡിൽ മതി ഇതിനെ പൂർണ്ണമായിട്ടും അബ്സോർബ് ചെയ്യാനായിട്ട്. സോ ദാറ്റ് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. മാത്രമല്ല നമുക്കിനി ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഇതൊരു ഗ്യാപ്പ് റീജിയൻ ആണ്. ഈ ഗ്യാപ്പ് റീജിയൻ ഫിൽ ആവാനായിട്ട് ഉള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു 300 പോയിന്റ്സിൻ്റെ ഡിപ്പ് ഇൻ കേസ് അതും ഇതായില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഫോം ആയിട്ടുണ്ട്. സോ അത് രണ്ടും ഫിൽ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റിൽ താഴോട്ട് ലോഡ് ഓഫ് സപ്പോർട്ട് ആസ് വെൽ. ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹയർ ലോ പാറ്റേണിലാണ് മാർക്കറ്റ് മൊമെന്റം ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇൻ കേസ് ഒരു 43,600 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഷാർപ്പായിട്ടുള്ള ഒരു ട്രെൻഡ് ചേഞ്ച് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഫൈനൽ പീസ് ഓഫ് ദ പസിൽ FIDI ഡേറ്റ നോക്കാം. അതിനകത്ത് ലൈക്ക് ഓവറോൾ പിക്ചർ നോക്കുമ്പം സ്ലൈറ്റ്ലി ബെയറിഷ് ആണെങ്കിലും ഒരു ഷോർട്ട് ടേം ലെവലിൽ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഓബിയസ്ലി ലൈക്ക് DI നമ്മൾ നോക്കാറില്ല. FISന്റെ സ്റ്റോക്ക് സെല്ലിംഗ് ഹ്യൂജ് അല്ല, വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ളൊരു സെല്ലിംഗ് മാത്രമേ അതിനകത്ത് കാണാനുള്ളൂ. കുറേ നാൾക്ക് ശേഷം ഫ്യൂച്ചേഴ്സ് ലെവൽ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. സോ ഈവൻ ഫ്യൂച്ചേഴ്സിൽ ഇവിടുത്തെ ഫിഗർ കാണാം,
ഓവറോൾ നെഗറ്റീവ് പോയ തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു കണ്ടിന്യൂസ് അപ്പ് മൂവ് വന്നിട്ട് മേ ബി ഒരു സെൽ ഓഫ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. ബട്ട് ദാറ്റ് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി. ടുമോറോ ഒരു പ്രോപ്പർ ട്രെൻഡിങ് ഡേ ആവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ അൺലൈക്ലി ആണ്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.